സൗദി അറേബ്യയുടെ കാര്യമെടുത്താൽ റിയാദിലും മറ്റ് മേഖലകളിലേക്കും ആക്രമണങ്ങൾ വന്നു. അത് പലതും ന്യൂട്രലൈസ് ചെയ്ത ഈ ഡ്രോൺ ഭാഗങ്ങളോ മിസൈൽ ഭാഗങ്ങളോ ഒക്കെയാണ് വന്ന് പതിച്ചെങ്കിൽ പോലും എന്താണ് നിലവിൽ സൗദിയിലെ ഒരു സാഹചര്യം? പ്രവാസികൾക്ക് ആശങ്കയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിമാന സർവീസുകളടക്കം താറുമാറായി നിൽക്കുന്ന സാഹചര്യം കൂടി. ഗോകുൽ, മറ്റു GCC രാജ്യങ്ങൾക്കെതിരെ വളരെ ശക്തമായ ആക്രമണമാണ് ഇറാനിൽ നിന്നും കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായത് എങ്കിലും സൗദിക്ക് നേരെ കാര്യമായ ആക്രമണം പിന്നീടുണ്ടായിട്ടില്ല. 2 സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത്. അതൊന്ന് റിയാദിലും മറ്റൊന്ന് കിഴക്കൻ പ്രവിശ്യയിലുമാണ്. അതിനുശേഷം രാജ്യം ശാന്തമാണ്, ജനജീവിതം സാധാരണ നിലയിലാണ്, എല്ലാം സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ സൗദിക്ക് നേരെ കൂടുതൽ ആക്രമണം പിന്നീട് ഉണ്ടായിട്ടില്ല. ഇതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരും രാത്രി ഫോണിൽ സംസാരിച്ചു. ട്രംപ് കിരീടാവകാശിയെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. സൗദി അറേബ്യക്ക് നേരെ നടന്ന മിസൈൽ ആക്രമണങ്ങളെ പ്രസിഡന്റ് ട്രംപ് വളരെ ശക്തമായി അപലപിച്ചു. ഇത്തരം ആക്രമണങ്ങൾ ഒരു നിലയ്ക്കും അംഗീകരിക്കാനാകില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി. മിസൈലുകളെ വിജയകരമായി തടഞ്ഞു നിർത്തിയ സൗദി പ്രതിരോധ സേനയുടെ മികവിനെ അദ്ദേഹം അഭിനന്ദിച്ചു. മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത്തരം പ്രകോപനങ്ങൾ നേരിടുന്നതിനും സൗദി അറേബ്യ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ട്രംപ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. സൗദിക്കൊപ്പം അമേരിക്ക ഉറച്ചു നിൽക്കുമെന്നും ട്രംപ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ അറിയിച്ചു. അതേസമയം സൗദി വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെയും പൗരന്മാരെ, GCC പൗരന്മാരെ ഔദ്യോഗിക അതിഥികളായി സ്വീകരിക്കാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉത്തരവിട്ടു. അവർക്ക് ആവശ്യമായ താമസം, ഭക്ഷണം, മറ്റു സൗകര്യങ്ങൾ എല്ലാം നൽകാൻ ഭരണാധികാരി സൽമാൻ രാജാവ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണങ്ങളെ നേരിടുന്നതിൽ അയൽരാജ്യങ്ങൾക്ക് സൗദി അറേബ്യയുടെ പൂർണ്ണ പിന്തുണ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ രാത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി, കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ സബ, ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ എന്നിവരുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതിനു പുറമെ ഒമാൻ ഭരണാധികാരിയുമായും സിറിയൻ പ്രസിഡന്റുമായും മൊറോക്കോ രാജാവുമായും ഒക്കെ കിരീടാവകാശി സംസാരിച്ചിരുന്നു. എല്ലാവരും സൗദിക്ക് ഈ വിഷയത്തിൽ പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ നേരിടാൻ തങ്ങളുടെ എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സംവിധാനങ്ങളും സഹോദര രാജ്യങ്ങൾക്കായി വിട്ടു നൽകാൻ സൗദി അറേബ്യ തയ്യാറാണ് എന്നും സൗദി കിരീടാവകാശി അറിയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.